ഹായ്. അപ്പോൾ ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൊണ്ടുപോകാം. അവിടെ ഞങ്ങളൊരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ തൊട്ടടുത്തൊരു മാർക്കറ്റ് ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ഒരു വ്യൂവേഴ്സ് കോളനിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ അവിടെ കയറി നമുക്ക് നെയ്യുന്നതൊന്ന് കണ്ടിട്ടും കൂടെ വരാം. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊരു ഗ്രാമമാണ്. നമുക്കവിടെ പോയിട്ട് നെയ്യുന്നത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. പറ്റുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുത്ത് കാണാം. ഞാൻ എന്തായാലും കയറി കാണും. വീഡിയോ കിട്ടുമെന്നറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. കൂടെ നമുക്ക് പച്ചക്കറി വാങ്ങുകയും ചെയ്യാം. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അവിടെ പോയിട്ടാണ് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഞങ്ങളെ വീട് നിൽക്കുന്നതിൻ്റെ ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലമുള്ളത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. എല്ലാവരും ബാംഗ്ലൂരിന്റെ നല്ല അടിപൊളി വ്യൂ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അതായത് നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളി റോഡുകൾ എല്ലാമായിട്ടുള്ള വ്യൂ ആണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഒന്ന് മാറ്റി ചിന്തിക്കാം. കുറച്ചൊരു ഗ്രാമത്തിലേക്ക് പോയി അവിടെ എന്തൊക്കെയാണ്, അവിടുത്തെ റോഡുകൾ, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നമുക്ക് നെയ്യുന്ന സൗണ്ടുകൾ കേൾക്കാൻ പറ്റും. ഇതുപോലത്തെ സ്ഥലങ്ങളും ബാംഗ്ലൂരുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇത് മാത്രമൊന്നും അല്ല. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു നെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഞങ്ങൾ എന്തായാലും പോയി ഞങ്ങൾക്ക് വേണ്ട പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങിക്കട്ടെ. ഞാൻ പച്ചക്കറി വെച്ച സ്ഥലങ്ങളും ഒക്കെ കാണിച്ചു തരാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടും നമുക്ക്. വിലയും കുറവാണ്. അതുപോലെ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കറക്റ്റ് തൂക്കി തരിക അങ്ങനെയല്ല, അവർ കുറച്ച് കൂടുതലൊക്കെ തരും നമുക്ക്. അങ്ങനെയുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ആ ഒരു ഏരിയ. മാർക്കറ്റിലേക്ക് നമ്മൾ കയറിയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പച്ചക്കറികൾ കാണാം. ഇലകൾ, പല വെറൈറ്റി ടൈപ്പിലുള്ള ഇലകൾ നമുക്ക് കാണാം. പൂക്കള് എല്ലാം ഉണ്ടാവും, ഫ്രൂട്ട്സ്. അപ്പൊ നമുക്ക് പോയി നോക്കാം മാർക്കറ്റിലേക്ക്. ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു ചേച്ചി ഉണ്ട്. അപ്പൊ ആ ചേച്ചീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന ചേച്ചീൻ്റെ അടുത്തു നിന്നാണ് പച്ചക്കറിയൊക്കെ വാങ്ങുന്നത്. അപ്പൊ ഇനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് ഇറങ്ങട്ടെ. അപ്പൊ ഇതാണ് പച്ചക്കറി വാങ്ങുന്ന ഞങ്ങളെ ചേച്ചിയുടെ കട. അപ്പൊ എല്ലാ പച്ചക്കറികളും ഉണ്ട്, എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ വേണ്ടതൊക്കെ വാങ്ങട്ടെ. ഇനി അവിടെ ഒരു ചേച്ചി ഇരുന്ന് പൂവ് കെട്ടുന്നുണ്ട്. അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള പൂവാണ്. അവര് കൊടുക്കാനല്ല, ഇത് ഇവിടെ വന്ന് കസ്റ്റമേഴ്സ് വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ചേച്ചി അത് കെട്ടുന്നത് ഞാനൊന്ന് വീഡിയോ എടുത്തു. അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പൊ അവര് പറഞ്ഞു ഇത് അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള. അവര് മാർക്കറ്റിൽ നിന്ന്, വേറെ പൂവിന്റെ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിരുന്ന് കെട്ടിയിട്ട് അവരിത് ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പൊ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് രസമാണെന്ന് അറിയോ കെട്ടിയ പൂവൊക്കെ കാണാൻ. അവിടെ ഒരുപാട് കെട്ടിയതാ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ സൈഡില്. അപ്പോ അങ്ങനെ അത് കണ്ടു. ഇനി നമുക്ക് വേറെ നെയ്യുന്നത് കാണാൻ പോവാം. അപ്പൊ അത് ഞാൻ വോയിസ് ഇടുന്നില്ല അവിടെ. ആ നെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം.
എങ്ങനെയുണ്ട് ഇത് കാണാൻ? നല്ല രസമല്ലേ? എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഇത്. കണ്ടപ്പോൾ ഇതിന്റെ സൗണ്ട് കേട്ടപ്പോഴൊക്കെ മനസ്സിൽ ഒരു ഭയങ്കര സന്തോഷം തോന്നി. എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഈ സൗണ്ടിനും ഈ നെയ്ത്തിനും ഒക്കെ. ഇത് എന്തൊരു എങ്ങനെയാ ഇതിൽ നിന്ന് ഇതിങ്ങനെ നെയ്തുണ്ടാക്കുന്നതെന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടത് അല്ലെ? എന്ത് ഭംഗിയാ. അവര് പിന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഞാൻ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അവർ പറഞ്ഞത് വീഡിയോ എടുക്കണ്ട, അവിടെ ക്യാമറ ഉണ്ട്. അവരുടെ ഓണർ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ചീത്ത പറയും, അത് കാരണം എടുക്കണ്ടെന്ന് അങ്കിള് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ യാത്ര? കണ്ടോ നിങ്ങൾ നെയ്യുന്ന കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞാനും ആദ്യമായിട്ട് കാണുകയാണ്, ഫസ്റ്റ് ടൈമാണ് നെയ്യുന്നത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.